സഹൃദയരെ, നാഷണൽ അവാർഡാണ് അത്രേ, നാഷണൽ അവാർഡ്. ഞാൻ ഈ തുപ്പിയിൽ നിങ്ങൾ ആരുടെങ്കിലും മുഖത്ത് തെറിച്ചെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് അങ്ങ് തുടച്ചു കളഞ്ഞു. ഈ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന ജൂറികളോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ശരിക്കും കണ്ണടച്ചിരുന്നാണോ സിനിമ കാണുന്നത്? അത് ഒരു ടേബിളിന്റെ മുകളിൽ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് പേപ്പറിൽ പേര് ഇത് ചുറ്റും കറക്കി വെച്ചിട്ട് നടുക്കൊരു വെള്ളം നിറച്ച് കുപ്പി വെച്ചിട്ട് കറക്കി വിടും. അങ്ങനെയാണോ നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത്? എങ്കിൽ ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുക്കണം. മുമ്പ് താഴാത്തവൻ അവാർഡ് കൊടുത്തവരല്ലേ നിങ്ങൾ? നിങ്ങളെയൊക്കെ ജൂറി എന്നല്ലേ വിളിക്കാനുള്ളത്? ഒരു സിനിമയോ അതിലെ കഥാപാത്രങ്ങളോ മോസ്റ്റ് എപ്പിക് ആൻഡ് എക്സലന്റ് ആവുമ്പോഴല്ലേ നിങ്ങൾ അതിന് അവാർഡ് കൊടുക്കുന്നത്? ഇതിപ്പോ അല്പം പൊളിറ്റിക്സും പോപ്പുലാരിറ്റിയും കൂടെ ഒക്കെ മിക്സ് ചെയ്താണ് അവാർഡ് കൊടുത്തത് പോലെ എനിക്ക് തോന്നി. അല്ല, ഇവിടെ വേറെ സിനിമകളും നടന്മാരും നായകന്മാരും പെർഫോമൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അവാർഡ് കൊടുത്തത്. നോക്കൂ, എല്ലാം ഞാൻ വിമർശിക്കില്ല. വിക്രാന്തിന് 12th ഫെയിലിൽ അവാർഡ് കൊടുത്തപ്പോ സൈഡിൽ നോക്കുന്ന ഷാറൂഖ് ഖാനും എന്നാ പിന്നെ പകുതി നീയും വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ ഒരു വീട്ടിൽ നിൽക്കുന്ന 2 കുട്ടികൾക്ക് ഒരാളുടെ കയ്യിൽ പപ്പടം കൊടുക്കുമ്പോൾ മറ്റേളെ ചിണുങ്ങി സൈഡിൽ നോക്കി നിൽക്കുമ്പോൾ എന്നാ പിന്നെ ഈ പപ്പടത്തിന്റെ പകുതി നീയും വെച്ചോ എന്ന് പറഞ്ഞ് ഒടിച്ചു കൊടുക്കണ പോലെ. അല്ല, ശരിയാണല്ലേ, ജവാനല്ലേ ഷാറൂഖ് ഖാൻ പപ്പടം തല കൊട്ടിച്ച് മുട്ടയടിച്ച് വന്ന സീനുള്ളത്. എനിവേ, കരൺസിയുടെ റോക്കി യുവർ റാണിക്ക് ഹോൾസം എന്റർടൈൻമെന്റിന്റെ അവാർഡ്. അതുപോലെ ഒരു ഡ്രാമാറ്റിക് സിനിമ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന കുടുംബകലകം പോലത്തെ സിനിമയ്ക്കൊക്കെ എന്തിനാണ് അവാർഡ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ CID മൂസയ്ക്കൊക്കെ ഓസ്കാർ കൊടുക്കണം. ജൂറിയായിട്ടിരുന്നവന്മാരെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ വരണം കേട്ടോ. നോക്കൂ, ഒരു തരത്തിൽ ഇവരുടെ നിഗമനങ്ങളൊക്കെ ശരിയാണ്. ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറിക്കാണല്ലോ. ഒരു രാജ്യത്തിന്റെ പകുതി ജനങ്ങളെ ഈ പടം പ്രൊപഗണ്ട എന്ന് പറയുമ്പോ മറുപകുതി ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന മതവിപരീതമാണെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സ്റ്റോറിയെ ഡയറക്റ്റ് ചെയ്തെങ്കിൽ പൊട്ടാനിരിക്കുന്ന ഒരു ന്യൂക്ലിയർ ടൈം ബോംബ് കൃത്യ ലക്ഷ്യത്തിൽ കൃത്യ സമയത്തിട്ട് പൊട്ടിക്കാനുള്ള കഴിവ് അപാരമാണ്. അത് ചെയ്ത ഡയറക്ടർക്ക് എന്തായാലും മിനിമം ഒരു 3 അവാർഡെങ്കിലും കൊടുക്കണം. അടിസ്ഥാനപരമായി നിങ്ങൾ ഇനിയും ഇങ്ങനെയാണ് അവാർഡ് ദാനം ചെയ്യാൻ തയ്യാറാകുന്നതെങ്കിൽ ഇത് സിനിമയെ തന്നെ നശിപ്പിക്കുന്നതല്ലേ എന്നാണ് എന്റെ ചോദ്യം. അർഹിക്കുന്നവർക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടേണ്ടത്? ഞാനൊന്ന് പറയട്ടെ, എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ നിർബന്ധം പിടിച്ച് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത്? ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രോത്സാഹനമല്ലേ? അതിനുശേഷമല്ലേ അത് ബിസിനസ്സായി മാറുന്നതും അത് പ്രൗഡും പ്രൈഡും ഒക്കെ ആയി മാറുന്നതും. നോക്കൂ, ഒരു ടൈമിൽ നല്ല സിനിമകൾ ഇറങ്ങിയില്ലെങ്കിൽ, നല്ല ആക്ടർമാരില്ലെങ്കിൽ, നല്ല ആക്ട്രസസ് ഇല്ലെങ്കിൽ, നല്ല കഥയില്ലെങ്കിൽ, നല്ല ഡയറക്ഷൻ ഇല്ലെങ്കിൽ അവാർഡ് കൊടുക്കാതിരുന്നാ പോരെ? എന്തിനാണ് തപ്പ ഇങ്ങനെ ഓരോന്ന് പണി വെച്ച് ജനങ്ങൾക്ക് അവാർഡിനുള്ള വിശ്വാസം കൂടി നശിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കേരള സ്റ്റോറിയിലെ സീന്. കേരളത്തിൽ എവിടെയാ പെണ്ണുങ്ങൾ എപ്പോഴും മുല്ലപ്പൂവും ചൂടി പട്ടുപാവാട വിട്ട് നടക്കണം. എന്നിട്ട് അതിലൊരു മലയാളം പറച്ചിലുണ്ട്. ഗുഡ്ക വായിലിട്ട് ചവച്ച് ബംഗാളികൾ ഇവിടെ മലയാളം സംസാരിക്കണ പോലെ. എന്തായാലും 10-33 വർഷം കഴിഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഒരു ദേശീയ അവാർഡ് SRKക്ക് കിട്ടണം. അത് ജവാൻ ആയിപ്പോയല്ല തമ്പുരാനെ. എന്തായാലും ഇപ്പോഴെങ്കിലും SRKക്ക് അഭിനയിക്കാറിയാതെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞു, ജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. എന്റെ മനസ്സിൽ എനിക്ക് അറിയാതെ തോന്നിപ്പോവുകയാണ്, ഈ നാഷണൽ അവാർഡിനൊക്കെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ഉള്ള പോലെ നാളെ ചിലപ്പോൾ വെണ്ടയ്ക്ക് വെച്ച് ക്യാമറ ഉണ്ടാക്കി അത് കക്കൂസിലിരുന്ന് എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിച്ചാൽ ഇവർ ചിലപ്പോൾ അവാർഡ് തരും. അന്നാ പുഷ്പയ്ക്ക് താഴാത്തവൻ അവാർഡ് കൊടുത്തപ്പോഴേ ഞാൻ നോക്കി വെച്ചതാണ്, ഓങ്ങി വെച്ചതാണ്. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. പാത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ സമാധാനമാകില്ലായിരുന്നു. എനിവേ, ഇപ്പൊ എനിക്ക് സന്തോഷമായി. 5 മിനിറ്റ് ഒരുത്തം നിർത്താതെ തെങ്ങിന്റെ പൂങ്കുലിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൃദംഗം വായിക്കുന്ന മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച് ജൂറിമാരൊക്കെ പറയും, വാവ് ആർട്ടിസ്റ്റിക്, യവൻ ഇരിക്കട്ടെ അടുത്ത നാഷണൽ അവാർഡ്. ഹാവിംഗ് സെഡ് ദാറ്റ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, നല്ല അവാർഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നെപ്പോലെ ഒരു സാധാരണ പ്രേക്ഷകന് വരെ, സാധാരണ സിനിമ ആസ്വാദകന് വരെ മനസ്സിലാവുന്ന ക്രിഞ്ച് സിനിമകൾക്കും ക്രിഞ്ച് നാടകങ്ങൾക്കും ക്രിഞ്ച് ആക്ടിങ്ങിനും ഒക്കെ അവാർഡ് കൊടുത്തതിൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അവാർഡായ നാഷണൽ അവാർഡ് തന്നെ കൊടുത്തതിൽ അതിയായ സങ്കടം എനിക്കുണ്ട്, അതിയായ വിമർശനവും എനിക്കുണ്ട്. അത് വിമർശിക്കാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയും ഗോഡ് ലൈഫിലെ പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്നല്ലേടേ, അതൊന്നും ഇവർ കണ്ടില്ലേ? ബ്ലെസ്സിയൊക്കെ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയ പടമാണ്, അതിനൊക്കെ എന്തെങ്കിലും ഒരു അവാർഡ്. ജൂറികളൊക്കെ വിചാരിച്ചാണ് ഒരു മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്നേക്കാളും എത്ര കഠിനമാണ് AC റൂമിൽ സ്റ്റുഡിയോയിലിരുന്ന് പ്രൊപ്പഗണ്ട സിനിമകൾ ഉണ്ടാക്കുന്നത്. എന്നാ പോട്ട്, ഇന്നാ താൻ കേസ് ഓടുന്ന സിനിമയിൽ കുഞ്ചാക്ക ഭവൻ അവാർഡ് കൊടുത്തതെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ജവാനിലെ ഷാറൂഖ് ഖാൻ. പിന്നെ എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നിങ്ങൾ നമ്മുടെ ഗാരുവിന്റെ ഭഗവത് കേസരിക്ക് അവാർഡ് കൊടുത്തല്ലോ, ബെസ്റ്റ് തെലുങ്ക് ഫ്യൂച്ചർ ഫിലിമിന്. ഐ ലൈക്ക് ഇറ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗാരു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, ഒരു അവാർഡ് കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചല്ലോ, നന്നായി. 2 പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ആർക്കെങ്കിലും എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ടയിൽ എന്റെ പൂച്ചുണ്ട്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. ബൈ.